Banana, an auspicious cultural fruit, has a strong ecological and cultural footage in India. The fruit has a long story to tell. It tells the story of a pre-Vedic era where tribal people used this fruit as a staple. In Vedic India, banana considered as a sacred plant, as a form of planet Jupiter, gained much popularity as a cultural artifact. The sacredness attached to the plant made the leaf a base for ritual artifacts to be kept, particularly during rituals. The entrance of wedding halls and temples are decorated with young banana plants laden with baby fruits. മനുഷ്യജീവിതവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു സസ്യമാണ് വാഴ. വാഴ പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നു. വാഴക്കൊലയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ്. വാഴയുടെ ഈ കാണുന്ന ഉണ്ണിത്തണ്ട് കറി വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. വാഴ ഇല ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വാഴയുടെ മറ്റ് ഭാഗങ്ങൾ എല്ലാം തന്നെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വള്ളിക്ക് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ വാഴയുടെ വള്ളിയാണ്. അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നു. വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഇതിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വാഴ മനുഷ്യൻ്റെ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സസ്യമാണ്. A well-loved fruit all across the world, it is believed to have originated in a stretch of landscapes from India to Malaysia. Banana is a king of nutrients, a storehouse of all that a human body needs. No wonder traditional cooking in Kerala uses many parts of the plant. ഒരു 35 വർഷത്തിന് മുമ്പ് വീടുകളിലൊക്കെ ഉദ്യോഗസ്ഥരില്ല, വിദ്യാഭ്യാസമില്ല, കൂടുതൽ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ വളരെ കൂടുതൽ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ വാഴക്കൊല കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരുന്നു. ഞങ്ങൾ 20 വർഷത്തിന് മുമ്പ് കാമ്പാഗ് എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ കുറച്ച് വാഴ കൃഷി ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുകയും കോളേജിൽ പോവുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ രാവിലെ ചോറ് കിട്ടുന്നതിനും അവർക്ക് ചോറിൻ്റെ കറി ഉണ്ടാക്കി വയ്ക്കുന്നതിനുമൊക്കെ ഈ വാഴ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രാവിലെ തോരനുമൊക്കെ വെച്ച് ഇല വെട്ടി ചോറ് പൊതിഞ്ഞ് ആ ചോറും കറിയുമൊക്കെ ആയിട്ട് വെച്ച് ഉച്ചയ്ക്ക് ആ ഇലയൊന്ന് തുറക്കുമ്പോൾ ഒരു മണവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വാഴ വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് കാമ്പാകത്തിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാഴയുടെ പേര് മലമ്പൂവൻ എന്നാണ്. അത് നല്ല തോരനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വാഴ വളരെയധികം സ്വാധീനം ചെയ്തിട്ടുണ്ട്. കൊറോണ കാലം എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധിയുള്ളൊരു കാലഘട്ടമാണ്. വാഴയ്ക്ക് കായ തീരെ വിലയില്ലാത്തൊരവസ്ഥ, ആർക്കും വേണ്ടാതെ വരുന്നൊരു സാഹചര്യം. കൃഷിക്കാർ ഭയങ്കര നഷ്ടത്തിലാണ്. ആത്മഹത്യ വരെ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കൃഷിക്കാരൻ ചെന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതിനും കൃഷിക്കാരനൊന്നും തരുന്നില്ല. ഇത് എല്ലാ വിധത്തിലും വാഴക്കൃഷിയെ സംബന്ധിച്ച് ഇത് കൊണ്ടു നടക്കാൻ അല്ല കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ഒരു വാഴക്കൃഷിക്കാരന് വാഴ നട്ട് അത് വിളവെടുപ്പ് സമയമാകുമ്പോഴേക്കും വളങ്ങൾ വേണം, അതുപോലെ മരുന്ന് വേണം, അതുപോലെ വാഴ കൊലയായിക്കഴിഞ്ഞാൽ കെട്ടാൻ കയറ് അല്ലെങ്കിൽ ഊന്ന് ഈ വക സാധനങ്ങൾക്കൊക്കെ സർക്കാർ ഇടപെട്ടുകൊണ്ട് സഹായങ്ങൾ ചെയ്ത് കൃഷിക്കാരനെ രക്ഷിക്കുകയാണ് അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ വാഴ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം വിലത്തകർച്ചയാണ്. കാരണം അതിന് ചിലവ് കൂടി വരുന്നു. അതുകൊണ്ട് സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് കൃഷിക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ ചെയ്യണം. ഇത് ഈ കാർഷിക ബില്ല് വന്നു കഴിയുമ്പോൾ ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്.
ഇത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ഈ സാധനങ്ങളൊക്കെ നിസ്സാര വിലയ്ക്ക് കോർപ്പറേറ്റുകൾ സമാഹരിച്ച് കഴിയുമ്പോൾ കൃഷിക്കാരനും മക്കളും പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുകയാണോ എന്നൊരു ആശങ്ക തന്നെ കൃഷിക്കാർക്കുണ്ട്. Knowing the market of plantain, cultivators have restored to monocultural agriculture against the traditional patterns of mingling varieties of crops while planting. ഇപ്പോൾ പല വാഴകളും ഇല്ലാതെയായി. ഈ മോണോക്രോപ്പിംഗ് വന്നതോടുകൂടി ഏതെങ്കിലും ഒരു വെറൈറ്റി മാത്രം പോകുന്ന അവസ്ഥയുണ്ടാവും. Any monocultural cultivation, particularly for large-scale markets, is harmful to the land and the people, primarily due to heavy usage of chemical pesticides and fertilizers. Such large-scale banana plantations would restrict the varieties of bananas planted. ഇവിടെ കൊലക്കടയാണ്. കൊല ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ബിസിനസ് ഉണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ നിന്നും മേട്ടുപ്പാളയം, വയനാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നേന്ത്രക്കായ വരുന്നത്. പിന്നെ വിപണി നമ്മുടെ VFCയുടെ എല്ലാം വിപണികളിൽ നിന്ന് നാടൻ കൊലയും ഇവിടെ വരാറുണ്ട്. ഇവിടെ ചുവന്ന കൊല, പാഴാന്നുടൻ, പൂവൻ, ഞാലിപ്പൂവൻ തുടങ്ങി എല്ലാവിധ കൊലകളും ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിലും നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നേന്ത്രക്കായുടെ വില 30 രൂപ ആണ്. ഓരോ സീസൺ അനുസരിച്ചാണ് ഓരോ സ്ഥലത്തുനിന്ന് ഇവിടുത്തെ കൊല വരുന്നത്. A few varieties of local bananas have already gone extinct. Scientists say that bananas are under threat and will extinct in 5 to 10 years. Children were an important eco-cultural ambassadors of plantain. There are excellent and innovative toys that communities in Kerala have developed traditionally. Some of them are still made in rural areas. Most of them are forgotten, some yet alive in the memories of elders. The next generation of children would fail to experience these organic toys. വാഴയുടെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന കുറച്ച് ആയുർവേദ മരുന്നുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കദളി രസായനം ഇന്ന് വിപണിയിൽ ധാരാളമായി ലഭിക്കുന്ന ഒന്നാണ്. അത് തയ്യാറാക്കുന്നത് കദളി വാഴ പഴത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പഴം കൊണ്ടാണ്. അത് പൊതുവെ സ്ത്രീ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് ക്ഷാരതൈലം. അത് കദളി വാഴയുടെ മാണത്തിൽ നിന്ന് തയ്യാറാക്കുന്ന രസം അല്ലെങ്കിൽ ജ്യൂസ് ഒരു പ്രധാന ചേരുവയായിട്ട് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് പൊതുവെ ചെവി രോഗങ്ങൾക്ക് ചെവിയിലുണ്ടാകുന്ന വേദന മുതലായ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. Irrespective of caste, religion, creed, rich and poor, all of them use the plant for various purposes, particularly as food. This indicative quality of the plantain tree and the fruit makes it a deep eco-cultural entity. Next time, when we peel a banana to eat, let us relish its sweet history, ecology and culture.